പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ചൊരിഞ്ഞ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വനം വകുപ്പ്. വനം വിജിലൻസ് വിഭാഗം വിശദമായ അന്വേഷണം നടത്തും. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. വിവരങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നത്. ശ്രീരാജ്, ഏതായാലും വനം വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പരിശോധനാ വിധേയമാക്കും? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കഴിഞ്ഞ ശനിയാഴ്ചയാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമികമായി ഷോക്കേറ്റ് ആന ചരിഞ്ഞു എന്നായിരുന്നു പ്രാഥമിക നിഗമനം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് അന്വേഷണം ഇട്ടിരിക്കുന്നത് പ്രധാനമായും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും, അതായത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഈ വിഷയത്തിൽ, അതുപോലെ തന്നെ ഈ വിഷയം മുകളിലേക്ക് അറിയിക്കുന്നതിൽ കാലതാമസം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ വനംവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സൗരോർജ്ജ വേലിയിൽ നിന്നും ഷോക്കേറ്റ് കാട്ടാന ചരിഞ്ഞു എന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടിയായിരിക്കും അതിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാകുക. പക്ഷേ ഇവിടെ സംഭവം സംഭവം അറിഞ്ഞ ശേഷം അത് മുകളിലേക്ക് അറിയിക്കുന്നതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി വകുപ്പ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായി അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് നിലവിൽ വനം വിജിലൻസ് ഈ വിഷയം അന്വേഷിക്കാനായിട്ട് നിലവിൽ വനംവകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. നിലവിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കൈതത്തോട്ടത്തിന്റെ ഉടമയ്ക്കെതിരെ കേസ് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. അതായത് ഈ സൗരോർജ്ജ വേലി സ്ഥാപിച്ചതിൽ അനധികൃതമായി വൈദ്യുതി കടത്തിവിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കൈതത്തോട്ടത്തിന്റെ ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ വിഷയത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മുകളിലേക്ക് അറിയിക്കുന്നതിൽ കാലതാമസം വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ വനം വിജിലൻസ് അന്വേഷണം നടത്തുക. ലക്ഷ്മി, ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.